ഉമ്മ പൊരുത്തപ്പെട്ട് തന്നു അതില്ലേ അത് സദ്യയിൽ വന്ന് എന്നെ പിടിച്ചതാണ്. അതിലാണ് ആ വീഡിയോ എടുത്തത്, അല്ലാണ്ട് അവർക്ക് വീഡിയോ എടുക്കാൻ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ എന്റെ വീട്ടിലാണുള്ളത്. ഞാൻ എന്റെ ഉമ്മച്ചിനോട് വന്നു, സംസാരിച്ചു. എന്റെ ഉമ്മച്ചി ഒരുത്തപ്പെട്ട് തന്നു. എന്റെ ഉമ്മച്ചി ചിരിക്കണ്ട, എന്റെ ഉമ്മച്ചി ചിരിക്കണ്ട. എന്റെ ഉമ്മച്ചി ചിരിച്ചു. ഞാൻ എന്റെ ഉമ്മച്ചിന്റെ എന്റെ ഉമ്മച്ചിയാണ് എന്റെ ഉമ്മച്ചി എന്താണ് കാട്ടി വെക്കണത്? എടേ മോളെ, നിന്റെ ഉമ്മയാണത്, ശരിയാണ്. മക്കൾ തെറ്റ് ചെയ്താലും മാതാപിതാക്കൾ മാപ്പ് കൊടുക്കണം. അതൊക്കെ അതിന്റെ രീതിക്ക് അനുസരിച്ച് തന്നെ, ഓക്കെ. പക്ഷേങ്കിൽ മാതാവ് പുറത്താ പോലും പടച്ചറപ്പ് പൊറുക്കുക. ആ രീതിക്കനുസരിച്ചിട്ടാണ് പക്വതം പ്രായം 5 മക്കളെ തള്ളയായിട്ടുള്ള ജീവിതം അറിയുന്ന ഒരുത്തി സ്വന്തം ഉമ്മാനെ കുറിച്ചിട്ട് കാട്ടിക്കൂട്ടിയത്. പൈസക്ക് വേണ്ടിയാണെങ്കിലും റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇന്ന് നമ്മൾ ആ റീച്ച് കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ. 100 രൂപ തന്നാൽ മതി. 2 ലക്ഷം 3 ലക്ഷം പേരുണ്ട്. ആ 2 ലക്ഷം 3 ലക്ഷം പേരുണ്ടാക്കിയത് എങ്ങനെയാണ്? ഉമ്മാനെ സഡി ഡാൻസ് ഇട്ടിട്ട്. ലാസ്റ്റ് കൈ എന്ന നിലക്ക് 18 കഴിഞ്ഞ് 19ാമത്തെ അടവ് പയറ്റി നോക്കിയതാണ്. സ്വന്തം ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഉമ്മാനെ മുത്തിമണക്കലും ചത്തിമണക്കലും അങ്ങോട്ട് സ്നേഹം കൊണ്ടുള്ള ഒരു കളിയൊക്കെ കളിച്ച്. പക്ഷെ ഉമ്മാന്റെ ഒരു ഓഡിയോ സിനാന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സിനാന്റെ വീഡിയോ ഞാൻ കാണലുണ്ട്, ഇടയ്ക്കൊക്കെ കാണും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പലരും ചോദിച്ചത് ശരിയാണോ? ഉമ്മാനെ എങ്ങനെ? ശരിയായിരിക്കാം. ചിലപ്പോ ഉമ്മ മാപ്പ് കൊടുത്തു തരും, ഞമ്മൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. മാപ്പ് കൊടുക്കണം മക്കൾക്ക്, ശരി തന്നെയാണ്, വേണ്ടാന്ന് പറഞ്ഞില്ല. പക്ഷെ അത് ഡിലീറ്റ് ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാനെല്ലാം ഒഴിവാക്കി. ഉമ്മക്ക് മാപ്പുമ്മാനോട് പോയി ചോദിച്ചു. ഈ ചോദ്യം തുടക്കം തന്നെ ചോദിക്കുകയാണെങ്കിൽ അതൊരു ഉചിതം ഉണ്ടായിരുന്നു. കാരണം മാസങ്ങൾ വേണ്ടി വന്നോ ഇവൾക്ക് ഒരു പിൻവിളി ഉണ്ടാവാന്, അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാന്? ഞാൻ ചെയ്ത തെറ്റാണ്, ഉമ്മാനോട് പോയി മാപ്പ് ചോദിക്കട്ടെ എന്ന് മാപ്പ് പറയണം. ഞാൻ എൻ്റെ ഉമ്മാനെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ച് ഞാൻ എന്താ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് എന്ന് ഇവള് പറഞ്ഞിരുന്നു ലൈവിൽ വന്നിട്ട്. അത് കേൾക്കാം കുറെ മഹതികളും മഹാന്മാരും ഇങ്ങനെ വെള്ളം ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഉൾക്കത്ത് നോക്കണം, ആദ്യം നോക്കിയിരിക്കുന്നുണ്ടാവും. ഇപ്പൊ കിട്ടും മുന്തിരി അതിപ്പോ വീഴല്ല, ഒന്നും അടിച്ചു നോക്കാതെ. പിന്നെ ഒന്നാമത്തെ സീന് കണ്ട ആൾക്കാരും ഉണ്ടാവും, കുറെ കണ്ടവരുണ്ടാവുമല്ലോ. അപ്പൊ ആ കണ്ടവർക്ക് ഒരു മണം വരും. അപ്പൊ ആ മണം കൊണ്ട് ഇങ്ങനെ പോയി നോക്കണവരുണ്ടാവും. എന്നുവെച്ചാൽ ഈ സാധനം തന്നെ എൻ്റെ ഉള്ളിൽ കിടക്കണെന്നുള്ളത് മനസ്സിലാവണം. ഈ പോയി നിൽക്കുന്നവരൊക്കെ അതിന്റെ ഫേസ് കാണുമ്പോൾ അതിന് തോന്നുന്നത്, ആ ആൾക്കാർക്ക് തോന്നുന്നത് ഈ സാധനം കണ്ടിട്ട്. കാരണം ഓരോ ആൾക്കാരും ഭാര്യമാരില്ലാതെ ഉള്ളവര് കല്യാണം കഴിച്ചവർ കല്യാണം കഴിക്കാത്തവരൊക്കെ വിട്ടു നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സമാധാനത്തിന്റെ വീഡിയോ ആണ് കൊടുത്തിട്ടുള്ളത്, പലയിടത്ത് പ്രചരിപ്പിച്ച് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഉറങ്ങാൻ അവർക്കത് ഏകദേശം അത്രയും പീസൊക്കെ മതി ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കാൻ. ഞാൻ വെറുതെ പറഞ്ഞല്ല, എന്റെ അടുത്തുള്ള സാധനം ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇന്നങ്ങള് എന്ത് പറഞ്ഞ വേറെ പണിയില്ല, കണ്ടന്റ് കിട്ടിയില്ലേ, കണ്ടന്റ് ഇല്ലാഞ്ഞിട്ട് എങ്ങനെ നടക്കണേ എന്നൊക്കെ പറയുന്ന മഹതികൾക്ക് ഇങ്ങോട്ടൊന്ന് വന്നാൽ ഞാൻ ആ വീഡിയോ എടുത്തു തരാം. എന്നിട്ടൊന്ന് കണ്ടോക്ക്. കാരണം എനിക്ക് അതിന്റെ ആശ്ചര്യമൊന്നും പറ്റില്ല. അതിന്റെ കയ്യിലൊരു പ്രൂഫായിട്ട് കിടക്കണം. എന്റെ കയ്യിൽ മാത്രമല്ല, അപ്പൊ എല്ലാവരും എടുത്തുണ്ട്. അപ്പൊ അത് അവര് എന്താണ് ലൈവിൽ വരുമ്പോൾ അതിന്റെ മുഖം ഇങ്ങനെ കാണുമ്പോൾ ഈ സാധനം ഇട്ടുള്ള ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് ഉറങ്ങുന്നത് എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉള്ളത് കൊണ്ടും അവർക്ക് ആ സഹതാപം ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണ് ലൈവിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നത്. പെണ്ണുങ്ങളെ കാര്യം പറയാനില്ല. പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടും കേട്ടിട്ടും പോകുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം വേറെ ഭർത്താക്കന്മാർക്ക് സപ്പോർട്ട് നിന്നിട്ട് കൊടുക്കുന്നതായിരിക്കാം. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കാരണം യഥാർത്ഥ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനത്തിന്റെ ലൈവ് കണ്ടിട്ട് അതിൽ കയറി നിന്നിട്ട് കമന്റ് അടിക്കാന്ന് പറയുമ്പോൾ ആ സ്ത്രീന്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. എന്നോട് ഒരാൾ പറഞ്ഞു, നജിലാന്റെ വീഡിയോ കണ്ടിട്ട് ആരോ ഒരു മുയിലേര് അതിൽ വന്നിട്ട് കമന്റ് ഇട്ട് മുയിലേര് നമ്പർ ഇട്ടു. അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാനത് വിശ്വസിക്കൂല. കാരണം അതുപോലെ അഡ്വക്കേറ്റ് വരുന്നുണ്ട്, ഡോക്ടർമാർ വരുന്നുണ്ട്, മൂല്യന്മാർ വരുന്നുണ്ട്. ഇവർക്കൊന്നും യൂട്യൂബിൽ വേറെ ആൾക്കാരെ ഒന്നും കണ്ടില്ലേ? അല്ല, യൂട്യൂബില് ഈ സാജിനെയും നജിലാനെയും മറ്റുള്ളവരൊക്കെ കാണുന്നുള്ളൂ. അപ്പൊ അവരൊക്കെ വീഡിയോന്റെ താഴെ വന്നിട്ട് കമന്റ് ഇടാൻ മാത്രം അത്ര തരം താഴ്ന്ന ആൾക്കാരാണോ ഈ ജോലിക്കാരൊക്കെ? ഈ സ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ അങ്ങനെയാണോ? അത് അറിയാഞ്ഞിട്ട് ചോദിക്കണം. മന്ത്രിമാരതോ അല്ലെങ്കിൽ എന്താ പറയാ വാർത്തകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ലോകകാര്യങ്ങളോ അല്ലെങ്കിൽ രാജ്യകാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സബ്ജക്റ്റ് വന്നിട്ട് അവർ ചിലപ്പോൾ നോക്കാം. എന്നാൽ പോലും അവർ ഞാൻ മൂല്യരാണെന്നോ ഞാൻ അഡ്വക്കേറ്റ് ആണെന്നോ ഞാൻ ഡോക്ടറാണെന്നോ ഒരിക്കൽ പോലും അവർ പറയില്ല. അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് പറയുന്നുണ്ടായിരിക്കാം, അത് അവരുടെ ഐഡിയ കൂടെ. പക്ഷെ ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് ഫേക്കാണ്, അത് മൂല്യരല്ല. അത് അതിനനുസരിച്ചിട്ടുള്ള ശത്രുക്കൾ മാത്രം ഇടുന്ന കാര്യമാണ്. പിന്നെ നമ്പർ അടിച്ച് നോക്കിയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടിക്കുന്നുള്ളത് അടിച്ചവർക്ക് അറിയാം, അതിന്റെ പിന്നാലെ നടക്കുന്നവർക്കും അറിയാം. അതായത് ലോകം ചിലപ്പോൾ നമ്മൾ ലോകത്ത് പല സ്ഥലത്ത് പോയിട്ടുണ്ടായിരിക്കാം, പക്ഷെ ലോകം കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു രീതിക്കുള്ള ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് വേറെ ഇത് വേറെ. അപ്പൊ ഈ ഒരു ഇത് വിശ്വസിക്കാൻ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. പലരും എനിക്ക് അയച്ചെന്ന് ഇപ്പോഴും എടുക്കുന്നുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ.
അപ്പൊ ഞാൻ വീഡിയോ ഒന്ന് എടുത്തു വെച്ചതാണ്. അപ്പോഴാണ് എനിക്ക് സിനാന്റെ വീഡിയോ ഇപ്പൊ ഇന്നലെ എനിക്ക് കിട്ടിയത്. ഞാൻ മരിച്ച ഖബറിൽ പോയായിരുന്നു എനിക്ക് തരില്ലടി, എന്നെ അങ്ങനെ ആക്കി തരില്ലടി പറഞ്ഞ് പോയത്. എന്താ ഞാൻ പറയാത്ത ഒന്നുമില്ല, അതൊന്നും അവള് വീഡിയോ എടുത്തിട്ടില്ല. ലാസ്റ്റ് അടുക്കളയിലേക്ക് ഞാൻ എന്താ വാതിൽ ചാരാനും പോയതും അവിടെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് വീഡിയോ ഇത് ഓണാക്കിയിട്ട് അങ്ങനെയാണ് കുടുങ്ങിയത്. അതിനൊക്കെ ഞാൻ ഇങ്ങനെ തട്ടുണ്ടല്ലോ, തട്ടുണ്ടല്ലോ, അതന്നെ ഉള്ളു, അല്ലാണ്ടൊന്നും എടുത്തിട്ടില്ല. നല്ല പറഞ്ഞു, ഓ എന്റെ കാല് പിടിക്കണു, കരയണു, എന്താണ് ഞാൻ പറഞ്ഞു, നീ കാലല്ല, നീ എവിടെ കുറിച്ചും കാര്യമില്ലടി, ഒരിക്കലും എനിക്ക് ഞാൻ മാപ്പ് തരില്ലടി. അവള് സംഭവം അവള് ഇവിടെ വാടക വീട് കുറെ പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായി, ഞാൻ അറിഞ്ഞു. ഇവിടെ പോലെ ആൾക്കാർക്ക് ഇവിടെ ഒരു വീട് കിട്ടുമെന്ന് നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് നടന്നിട്ടില്ല. ഇവിടെ അവിടെ നിന്ന് അവര് ഇറക്കി വിടാനുള്ള പ്ലാനിങ്ങിലാണ്, അത് നടന്നിട്ടില്ല. അപ്പൊ അവൾക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരണം, ആ ഒരു ഇതിലാണ്. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് 10 ദിവസം ഞാൻ ഇരിക്കാൻ വരും, ഈ ഇരിക്കില്ല ഇതിനുള്ളിൽ, നീ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഇതിനുള്ളിൽ ഇരിക്കില്ല പറഞ്ഞു, വരൂല്ല നീ ഇതിനുള്ളിൽ പറഞ്ഞു. ഇത് മരിക്കോളം എനിക്ക് ഇരിക്കാനുള്ള വീടാണ്, ഇനി ഇതിനുള്ളിൽ നിന്ന് ഞാൻ ഇറങ്ങൂല, ഒരാളെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റൂല പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, നിങ്ങളുടെ മകളുണ്ടല്ലോ. എന്റെ മകള് മറ്റേ മഴ പെയ്ത തോട്ടിൽ വെള്ളം വരുമ്പോഴാണ്, അവള് ഇന്ന് വരും നാളെ പോകും, നാളെ അവളുടെ മാപ്പിള വിളിച്ചാൽ അവള് ആളുടെ മാപ്പിളുടെ കൂടെ പോകും, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ, പിന്നെ ഉള്ളിൽ ഒരാളും വരില്ല പറഞ്ഞു, കേറില്ല പറഞ്ഞു. അല്ല പറഞ്ഞതാ, ഞാൻ നാളെ റംലമായി കേട്ടിട്ടുള്ളൂ ഇവിടെ. ഈ വോയിസ് നിങ്ങൾ കേട്ടില്ലേ? ഈ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അല്ലെങ്കിൽ അവളമ്മ ഇപ്പോഴും പുറത്തിട്ടില്ല. പിന്നെ ഇതേപോലെ അങ്ങോട്ട് ചെന്നിട്ട് കയറി അറ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഉമ്മാക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് അന്നും ചെയ്തത്. ചുരുക്കം പറഞ്ഞാൽ ഈ മകളെ പ്രസവിച്ചതിന് ആ ഉമ്മ ഒരുപാട് അനുഭവിച്ചു. ദുനിയാവില് നാളെ ആഖിറത്തേക്ക് അതിലിരട്ടി അനുഭവിക്കേണ്ടി വരും. ഭർത്താവ് അപ്പൊ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ അവൾക്ക് തന്ത്രപരമാണ്. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് ആരെ കൊല്ലണം എന്നുള്ളത് അവള് തീരുമാനിക്കും, ആരെ രക്ഷിക്കണം എന്നുള്ളത് അവര് തീരുമാനിക്കും, ആരെ കൂടെ നിർത്തണം എന്നുള്ളത് അവൾക്ക് അറിയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മാനേജ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ, ഒരു വ്യക്തിയാണ്. വ്യക്തി എന്നും പറയാൻ പറ്റില്ല, വ്യക്തി എന്ന് പറയുമ്പോൾ വ്യക്തിത്വം ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു സാധനമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതവിടെ ഫേക്കായി പോയി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി, ഫ്ലോപ്പായി പോയി. അതല്ലെങ്കിൽ ഇപ്പോ ഉമ്മ ചിരിച്ചാണെങ്കിൽ, ഉമ്മാന്റെ ചിരി കണ്ടിട്ട്, ഉമ്മാനായിട്ടുള്ള സ്നേഹം കണ്ടിട്ട് ഉമ്മ അങ്ങനെ ആണെങ്കിൽ എപ്പോഴോ ഇവിടുന്ന് ചട്ടിയും കലൊക്കെ പെറുക്കിയിട്ട് അവിടെ പോയിട്ടുണ്ടാവും. കാരണം അത്ര മാത്രം ബുദ്ധിമുട്ടിലാണ് അവിടെ വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നത്. വാടക വീട്ടിൽ നിന്ന് എന്നോ മാറാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആഴ്ചക്കാഴ്ചക്ക് അവിടെ ഇവിടെയും കറങ്ങൽ തന്നെ പണി. അങ്ങനെ ഒപ്പിച്ചിട്ടാണ് ഇവിടെ നണ്ണുന്നത്. ജീവിക്കാൻ മാർഗമില്ലെന്ന് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പരിഹസിക്കല്ല. ഞാൻ ഈ പ്രായത്തിൽ ഇപ്പൊ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാവർക്കും ആവാം. ഒരു ടൈലറിങ് പഠിക്കാൻ വിദ്യാഭ്യാസം ഒന്നും വേണമെന്നില്ല. അത്യാവശ്യം കയ്യും കാലം ഉണ്ടായി കണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. എന്തുകൊണ്ട് അപ്പൊ വരും സോക്കട്, ഊരക്ക് വേദന, അവിടെ മൊയ, ഇവിടെ കയ, ഇവിടെ മയ. എന്താ? വിയർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ടാണേ. അതൊന്നും വേറൊന്നല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ധനിച്ച് തിന്നാൻ ബുദ്ധിമുട്ടാണേ. ഇതാവുമ്പോ എന്താ, എന്തെങ്കിലുമൊക്കെ ഒരു പീസ് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അത് കൊത്തിപ്പറക്കി തിന്നും ചെയ്യും, നമുക്കുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് എത്തും ചെയ്യും. അതാണ് സംഭവം. വാടക വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്നോ എപ്പോഴോ എത്തലും കഴിഞ്ഞ് പറയലും കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്ന് അഭിനയിച്ച് നോക്കിയതാണ്. അപ്പൊ ഇത്രയും ഇഷ്യൂ വരും എന്നുള്ളത്, സിനാൻ ഇങ്ങനെ ഇടുന്നുള്ളതും ഇതിങ്ങനെ പൊഴിയുന്നുള്ളതും പുള്ളിക്കാറ്റ് ഉറക്കത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കെന്താ, എനിക്ക് കിട്ടിയ ചാൻസ് ഞാൻ മിസ്സാക്കില്ല. സ്വന്തം ഉമ്മാനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ തന്നെ മനസ്സിലാക്കാലോ അവളെ എവിടെയൊക്കെ എന്തൊക്കെയോ കൊടുത്തെല്ലാം അയക്കണമെന്നുള്ളത്. എന്നിട്ടല്ലേ പെറ്റ തള്ളേന്റെ എടുക്കാൻ പറ്റുള്ളൂ. എന്ത് നിങ്ങൾ പറയണേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ എന്തായാലും വേണ്ടില്ല, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. കുറച്ചെങ്കിലും പറയണേ ഇങ്ങനത്തെ കാര്യങ്ങളെ, അല്ലെങ്കിൽ എന്നെ നിങ്ങളും മറക്കും.